السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. റമളാൻ ഉമ്മത്തി വിശുദ്ധമായ റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ വിശുദ്ധമായ റമളാനിൻ്റെ മഅ്ഫിറത്തിൻ്റെ പത്തിലാണ് നാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും തൂബു ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക. ആരെങ്കിലും ഒരു നോമ്പുകാരനെ ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പെടുത്തതായ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു കീറ് കാരക്കയായാലും ഒരിറക്ക് പാലായാലും ആ പ്രതിഫലം തന്നെയാണ് അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത് അവർക്കും ലഭിക്കുന്നത് എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഈ വിശുദ്ധ റമളാനിൽ പള്ളികളിൽ മറ്റും 6000 പേരെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ 6000 പേരും നോമ്പെടുത്തതായ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നാം ഈ അല്ലാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും ധാരാളം ഇസ്തിഗ്ഫാറുകളെ അധികരിപ്പിക്കുകയും വിശുദ്ധ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലിയും ഒരു ഫർദ് ചെയ്താൽ 70 ഫർദ് ചെയ്തതായ കൂലിയുമാണ് വിശുദ്ധമായ റമളാനിൽ നമുക്ക് ലഭിക്കുന്നു. റമളാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ പാവങ്ങളെയും കരിക്കുക എന്നാണ്. അങ്ങനെ നാം മഹബ്ബത്തുള്ള അള്ളാഹുവിനെ നാം ഏറ്റവും അധികം സ്നേഹിക്കുവാൻ നാം ശ്രമിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലയോ സത്യവിശ്വാസികൾക്ക് ഏറ്റവും അധികം സ്നേഹമുള്ളത് അള്ളാഹുവിനോടാണ്. അങ്ങനെ നാം മഅരിഫത്തുള്ള അള്ളാഹുവിനെ നാം അറിയുകയും ഇത്തഖുള്ള അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. വിശുദ്ധ നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. അല്ലാഹു തആല യഥാർത്ഥ തഖ്വയുള്ളവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.